എൻ്റെ കൈ കിടക്കുന്ന ഈ ഫിറ്റ്നസ് ബാൻഡുകളും സ്മാർട്ട് വാച്ചുകളും എല്ലാം ഊരി മാറ്റാൻ സമയമായി. എന്താണെന്നല്ലേ, റിയൽമി തങ്ങളുടെ ആദ്യത്തെ ഫിറ്റ്നസ് ബാൻഡ് റിയൽമി ബാൻഡ് എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്നു. ഇതുപോലൊരു ബോക്സിനകത്താണ് റിയൽമി ബാൻഡ് വരുന്നത്. ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ലാർജ് കളർ ഡിസ്പ്ലേ, റിയൽ ടൈം ഹെയർ റേറ്റ് മോണിറ്റർ ഉണ്ടെന്ന് പറയുന്നു. കേബിൾ ഫ്രീ ചാർജിംഗ് ആപ്പ് നോട്ടിഫിക്കേഷൻ വരും. സ്പോർട്സ് ഡിറ്റക്ഷൻ ട്രാക്കിംഗ്, IP68 വാട്ടർ പ്രൂഫ് ആണെന്നും പറയുന്നു. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതായിരിക്കുന്നു നമ്മുടെ റിയൽമി ബാൻഡ്. ഇതാണ് റിയൽമി ബാൻഡ്. അതിലേക്ക് വരാം. കൂടാതെ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ മാത്രമാണ് പിന്നീട് ഇതിൻ്റെ കവറിനകത്തുള്ളത്. ഈ ഒരു സ്റ്റിക്കർ പീൽ ഓഫ് ചെയ്യുന്നു. ഈ ഒരു വാച്ചിന് 0.96 ഇഞ്ചിൻ്റെ ലാർജ് കളർ സ്ക്രീനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ 5ഓളം വാച്ച് ഫേസുകൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് ചാർജ് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകിച്ച് ചാർജറോ കേബിളുകളോ ഒന്നും തന്നിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഒരു സൈഡ് USB എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ആ ഭാഗം നമ്മൾ ഇതിൻ്റെ ഈ ഒരു സ്ട്രാപ്പ് ഇത്തരത്തിൽ ഡിറ്റാച്ച് ചെയ്തെടുത്ത് മാറ്റിയാൽ മതി. നമ്മുടെ ഫോണിൻ്റെ ഏതെങ്കിലും ചാർജർ, അവിടെ നമ്മൾ ആ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, അതിലേക്ക് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ പവർ ബാങ്കോ മറ്റോ ഉണ്ടെങ്കിൽ ആ പവർ ബാങ്കിലോ മറ്റോ ഇതുപോലെ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. യെസ്, ഓണായി ഉണ്ടല്ലോ. ഇത്തരത്തിൽ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഡിവൈസ് ഓൺ ആകും. അപ്പോൾ ഇത് എൻ്റെ ഒരു ഹോം സ്ക്രീനിൽ കാണുന്ന വാച്ച് ഫേസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അടുത്ത ഇവിടെ താഴെയായിട്ടൊരു കപ്പാസിറ്റി ടച്ച് ബട്ടൺ ഉണ്ട്, കണ്ടില്ലേ? അത് പ്രസ് ചെയ്യുമ്പോഴാണ് അടുത്തടുത്ത ഓപ്ഷൻസിലേക്ക് മാറുന്നത്. ഈ ഒരു ബാൻഡ് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിയൽമി ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാൻഡിൽ നിന്ന് റിട്രീവ് ചെയ്യുന്ന ഫുൾ ഡേറ്റാസ് നമുക്ക് ഈ ഫോണിലൂടെ കാണാൻ സാധിക്കും. ഇത് നമ്മളുടെ എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു എന്ന് കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനായി കാണിക്കുന്നത്. അടുത്തത് ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡുകൾ, അതായത് നമ്മളുടെ എക്സസൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മോഡുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ച് ഫേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വാച്ചിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു വാച്ച് ഫേസ് നമുക്ക് നമ്മുടെ റിയൽമി ലിങ്ക് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ 5ഓളം വാച്ച് ഫേസുകൾ നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മുടെ നടത്തം കൗണ്ട് ചെയ്യാനുള്ള വാക്ക് എന്ന് പറയുന്ന മോഡാണ്. അതുപോലെ ക്രിക്കറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അതായത് നമ്മൾ ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞാൽ എത്ര കലോറി ഊർജ്ജം നമ്മൾ ബേൺ ചെയ്തു, എത്ര സമയം നമ്മൾ കളിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രിക്കറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മളിവിടെ വാച്ച് ഫേസ് ഇതുപോലെ ഈ ആപ്പ് വഴി സെലക്ട് ചെയ്യുന്നതനുസരിച്ചുകൊണ്ട് നമ്മുടെ വാച്ചിനകത്ത് ആ ഒരു വാച്ച് ഫേസ് നമുക്ക് മാറുന്നത് കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഒരു വാച്ച് ഫേസ് ആണ്. കാരണം അതൊരു കുറച്ച് വലിയ സ്ക്രീനിൽ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ടൈം കാണാൻ സാധിക്കും. അതുപോലെ റൺ എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. മൊത്തത്തിൽ 9 സ്പോർട്സ് ട്രാക്കിംഗ് മോഡുകളുണ്ട്. നമുക്ക് അതിനകത്ത് നിന്ന് 3 എണ്ണം അറ്റ് എ ടൈം ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് ഓരോ 5 മിനിറ്റിലും നമ്മുടെ ഹൃദയമിടിപ്പ് ഇങ്ങനെ മെഷർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടൊരു കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് നമുക്ക് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് വഴി സാധ്യമാകുന്നുണ്ട്. നമ്മുടെ ഫോണിൽ റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ സമയത്തും ഉണ്ടായ നമ്മുടെ ഹൃദയമിടിപ്പിനകത്തുണ്ടായ ആ കയറ്റിറക്കങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് എബൌട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. നമുക്ക് ഓരോ മെനു നമുക്ക് എടുക്കണമെങ്കിൽ അതാത് മെനുവിൽ വന്നതിന് ശേഷം ഇവിടെ താഴത്തെ ഈ കപ്പാസിറ്റി ടച്ച് ബട്ടൺ ഇതുപോലെ ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഇൻകമിംഗ് കോളുകൾ, വാട്സപ്പ് മെസ്സേജുകൾ, അതുപോലെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷനുകൾ, ഇൻസ്റ്റഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷനുകൾ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ നോട്ടിഫിക്കേഷനുകളും നമ്മുടെ ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു മെനുവിൽ നൽകിയിട്ടില്ല. ഇപ്പോൾ ഈവൻ നമുക്കിതിൻ്റെ ഒരു വാച്ച് ഫേസ് ഒന്ന് മാറ്റണമെങ്കിൽ പോലും നമുക്ക് ഈ വാച്ചിനകത്തൂടെ മാറ്റാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് കൂട്ടണമെന്ന് വെച്ചാൽ ഈ ഒരു വാച്ചിലൂടെ നമുക്ക് കൂട്ടാൻ സാധിക്കില്ല. അതിന് നമ്മൾ ഈ റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്പിലേക്ക് വരണം. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. നമ്മളെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഇത്തരത്തിലാണ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന കപ്പാസിറ്റി ടച്ച് ബട്ടണിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ആ കോൾ ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ തട്ടിയാലൊന്നും പ്രശ്നമൊന്നുമില്ല. സ്വിമ്മിങ് പോലെയുള്ള ആക്ടിവിറ്റികൾക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് നമ്മുടെ കയ്യിൽ തന്നെ
കെട്ടി ഉപയോഗിക്കാനും സാധിക്കും. വാച്ച് ഫേസ് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഇൻകമിംഗ് കോളുകൾ ഫിറ്റ്നസ് ബാൻഡിലേക്ക് കാണിക്കണോ വേണ്ടയോ എന്ന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ കൂടുതൽ സമയം അനങ്ങാതെ ഒരേ സ്ഥലത്ത് ഇരിക്കുന്നുവെങ്കിൽ അതേക്കുറിച്ച് നമ്മെ അലർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ, അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ അലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നിരവധി ഓപ്ഷനുകൾ ഈ ഒരു റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. റിയൽമി ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഫിറ്റ്നസ് ബാൻഡുമായിട്ട് എത്തുന്നത്. അതിൻ്റെ ചില പോരായ്മകൾ ഇതിൽ കാണാനുമുണ്ട്. ഈ ഒരു കപ്പാസിറ്റി ടച്ച് ബട്ടൺ മാത്രമാണ് ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഈ ഡിസ്പ്ലേയിൽ ടച്ച് സെൻസിറ്റീവ് അല്ല, കണ്ടില്ലേ, അവിടെ ടച്ച് ഇല്ല. അതേസമയം ഈ ഒരു കപ്പാസിറ്റി ടച്ച് ബട്ടണിൽ മാത്രമാണ് ടച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിനകത്ത് ഉള്ളതിനേക്കാൾ ഓപ്ഷനുകൾ കൂടുതൽ നൽകിയിരിക്കുന്നത് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനകത്താണ്. എന്നാൽ ഫിറ്റ്നസ് ബാൻഡിനകത്ത് ഓപ്ഷനുകൾ വളരെ കുറവാണ്. ഈവൻ ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. അതുപോലെ വാച്ച് ഫേസ് മാറ്റാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിലില്ല. അങ്ങനെ കുറച്ച് ഓപ്ഷനുകളുടെ ഒരു കുറവ് ഫിറ്റ്നസ് ബാൻഡിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൻ്റെ ഔട്ട്ഡോർ വിസിബിലിറ്റി, അതായത് പുറത്ത് സൺലൈറ്റിൽ എത്രത്തോളം നമുക്കിതിനൊരു വിസിബിലിറ്റി ഉണ്ട്, അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. സൂര്യപ്രകാശം നമ്മൾ ഇതിലേക്ക് തട്ടുമ്പോൾ ഇതിനകത്തുള്ളത് ഒട്ടും കാണാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞോളട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ലെവൽ വളരെ കുറവാണ്. ഇത് മാക്സിമം ബ്രൈറ്റ്നസ് വെച്ചിട്ട് പോലും ഔട്ട്ഡോറിൽ നമുക്ക് ഇതിനകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നു. പക്ഷേ ആ പോരായ്മകളൊക്കെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ വളരെ നിഷ്പ്രയാസം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ റിയൽമിക്ക് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിനെ ഒരു ബെസ്റ്റ് സെല്ലർ ഫിറ്റ്നസ് ബാൻഡാക്കി മാറ്റാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറും 120 ഗ്രാം മാത്രം ഭാരമുള്ള ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിന് 1499 രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു വില. അപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.